നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും അങ്ങനെ ഭയങ്കര ആവേശത്തോടു കൂടി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കുറച്ച് ദിവസമൊക്കെ അതുപോലെ അങ്ങ് പോവും. പക്ഷേ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കും. മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമുണ്ടോ? ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതും വളരെ ലളിതമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഈ പുസ്തകത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ 1% റൂൾ എന്നുള്ളതാണ്. 1% റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു 1% മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 1% പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ? കേൾക്കുമ്പോൾ 1% എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വളരെ നിസ്സാരമായിട്ട് തോന്നും. എന്നാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ ശതമാനം മാറ്റത്തിൽ നിന്ന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയ മാറ്റമായിട്ട് മാറും, ഇല്ലേ? നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ദിവസം 1% മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 37 മടങ്ങ് നമ്മൾ മെച്ചപ്പെടുത്തുന്ന. തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ 1% ഒന്നും ചെയ്യാതിരിക്കുകയാണ്, മോശമാവുകയാണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താവും? ഏകദേശം 0-ലെത്തി നിൽക്കും. അതായത് വലിയ ലക്ഷ്യങ്ങൾ കണ്ട് പേടിക്കുന്നതിന് പകരം നമ്മളത് ചെറുതായിട്ട് കണ്ട് ചെറിയ ചെറിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാൻ പറ്റും. നമ്മളെല്ലാം ന്യൂ ഇയറിന് മിക്കവാറും ആൾക്കാർ എക്സസൈസ് തുടങ്ങണം, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വ്യായാമം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ ജിമ്മിലേക്ക് ഓടി പോട്ടെ ത്രെഡ്മില്ലിൽ കയറി 1 മണിക്കൂർ അങ്ങ് ഓടിക്കളയുന്നു. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ നടക്കുന്നതിന് പകരം ഒരു 10 കിലോമീറ്റർ ഒരുമിച്ച് അങ്ങ് നടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴെന്താ കയ്യും കാലും വേദനയായിരിക്കും. പിറ്റേ ദിവസം അയ്യോ ഇന്ന് കൈവേദനയാണ് കാലുവേദനയാണ്, എന്നാൽ നമുക്ക് ഇന്ന് പോവണ്ട അടുത്ത ദിവസം പോവാമെന്ന് വിചാരിക്കും. അതിന് പകരം നമ്മളൊരു 5 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല. അതുപോലെ ഇപ്പോൾ എന്താ പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പുസ്തകം ഒരുമിച്ചിരുന്ന് വായിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് വായിക്കണം എന്നില്ല. നിങ്ങൾക്കൊരു പേജ് മാത്രം വായിക്കാം. എന്നിട്ട് പതിയെ പതിയെ അത് കൂട്ടി വന്നാൽ മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു സ്കില്ല് പഠിക്കുക, എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുക. ഇങ്ങനെ ഇപ്പോൾ ലാംഗ്വേജൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 വാക്ക് പഠിക്കാം. അങ്ങനെ അത് കൂട്ടിക്കൊണ്ടുവരാം. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, മടി വരും. അയ്യോ എന്നെക്കൊണ്ടാവില്ല എന്ന് തോന്നിപ്പോവും. നമ്മുടെ മടി മാറ്റാനും ഈ രീതി ഉപയോഗിക്കാവുന്നതാണെന്നാണ്. അതായത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്, എനിക്ക് തീരെ ഇഷ്ടമല്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഞാൻ ഈ 5 മിനിറ്റ് ഇത് ചെയ്യാം, 5 മിനിറ്റേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കാര്യം ചെയ്യാൻ നോക്കൂ. എന്തായാലും ഉറപ്പ് 5 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്തു പോകും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇവിടെയും അപ്ലൈ ചെയ്ത് നോക്കാം, നമ്മൾ മടി മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം, നമ്മുടെ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാമെന്നും ഈ ബുക്കിൽ പറയുന്നുണ്ട്. നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാനും 4 നിയമങ്ങൾ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നാണ്, വ്യക്തമാക്കുക എന്നാണ്. അത് ഇപ്പം നല്ല ശീലം ചെയ്യാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഒരുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വെള്ളം കുറവേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നാളെ മുതൽ നല്ല വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ നാളെ മുതൽ വെള്ളം കുടിക്കുന്നു പറഞ്ഞിട്ട് രാവിലെ ആവാൻ കാത്തു നിൽക്കണ്ട. വിചാരിക്കുന്ന സമയത്ത് അല്ലെ രാത്രി തന്നെ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് അടുത്ത് വെക്കാം. ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, ആകർഷകമാക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പം അത് നമുക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെങ്കിൽ ആ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒന്ന് ഒപ്പം ചേർത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. മേക്ക് ഇറ്റ് ഈസിയാണ് 3rd വൺ, അതായത് എളുപ്പമാക്കുക എന്നുള്ളത്. ശീലം തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കണം നമുക്കത് ചെയ്യാൻ തോന്നണമെന്നുണ്ടെങ്കിൽ. അതിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ 1% റൂള്. തടസ്സങ്ങൾ ഒഴിവാക്കി ഒരു 1% ഓരോ ദിവസവും ചെയ്യാമെന്നുള്ളത്. പിന്നെ മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്, അതായത് നമുക്ക് സംതൃപ്തി നൽകുക എന്നുള്ളത്. അതായത്
ശീലം നമ്മളെന്തെങ്കിലും ഒരു ശീലം തുടങ്ങുന്ന സമയത്ത് ചെറിയ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് എന്താ പറയുക ഒരു സമ്മാനം പോലെ എന്തെങ്കിലും നൽകുക എന്നുള്ളത് നമുക്ക് സ്വയം ഒരു സന്തോഷവും സമ്മാനവും ഒക്കെ ആയിട്ട് തരിക എന്നുള്ളത്. ഇപ്പോൾ ഒരു എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം കുറച്ച് സമയം ചെയ്യുക, ഇനി ഒന്നും ചെയ്യാതിരിക്കാം, അങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് സന്തോഷം നമുക്ക് തന്നെ നൽകാനുള്ള. അപ്പോൾ അങ്ങനെയാണ്. അപ്പം വലിയ സ്വപ്നങ്ങൾ കാണുന്നതോടൊപ്പം അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ അത് ഇന്ന് മുതലേ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓർക്കുക, ഓരോ ചെറിയ ചുവടുവയ്പ്പും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഈ പുസ്തകം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊരു ചെറിയ നല്ല ശീലമാണെങ്കിൽ പോലും ഇന്നേ ചെയ്ത് തുടങ്ങുക കുറച്ചായിട്ട്. അങ്ങനെ എന്തെങ്കിലും ശീലങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ വേഗം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ.